നമസ്കാരം. നമുക്ക് റിവിഷൻ 2021 മൊഡ്യൂൾ 1 കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം മൊഡ്യൂൾ 1 നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് ഉള്ളത്. ഒന്ന് കോംപ്ലക്സ് നമ്പറിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന പാർട്ടുമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കോംപ്ലക്സ് നമ്പറിന്റെ പാർട്ട് നമുക്ക് ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സെഷനിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് നോക്കാം. അപ്പം മെജോറിറ്റി ക്വസ്റ്റ്യൻസും നമുക്ക് ഇപ്പോൾ വരുമ്പോൾ സാധാരണ ഇപ്പോൾ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും മറ്റേ 2021-22 ഇയറിലെ ക്വസ്റ്റ്യൻസ് ആയാലും നോക്കുമ്പോൾ കാണുന്നത് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സെഷനിൽ കോംപ്ലക്സ് നമ്പറിന്റെ ഓവറായിട്ടാണ് സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു സെഷൻ എന്ത് ചെയ്യുക, നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പർ കുറച്ചും കൂടി എളുപ്പമാണ് പഠിക്കാനായിട്ട്, അതുകൊണ്ട് നമുക്കത് ആദ്യം നോക്കാം. അപ്പോൾ എന്താണ് ഒരു കോംപ്ലക്സ് നമ്പർ? ഒരു കോംപ്ലക്സ് നമ്പർ എന്താണെന്നുള്ള രീതിയിലേക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്റ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് എഴുതാം എന്ന രീതിയിൽ മാത്രം നമ്മൾ ആ ഒരു അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കോംപ്ലക്സ് നമ്പർ എടുക്കുമ്പോൾ അതിനെ നമ്മൾ തൽക്കാലം സെഡ് എന്നാണ് സാധാരണ കോംപ്ലക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ. ഇപ്പൊ സെഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്നൊരു ഫോർമാറ്റിലായിരിക്കും. അതായത് ഇവിടെ എ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതായത് നമുക്കിവിടെ ഐ എന്ന് പറയുന്ന ഇതിനെ വിളിക്കുന്നത് ഇമാജിനറി എന്നാണ്. ഓക്കെ, ഇമാജിനറി പാർട്ട്. ഇപ്പൊ ഐ ഉള്ള ഈ ഭാഗം ഇമാജിനറി പാർട്ട് എന്നും ദെൻ ഈ ഭാഗത്ത് നമ്മൾ വിളിക്കുന്നത് റിയൽ പാർട്ട് എന്നുമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് വേണമെങ്കിൽ എ നമുക്ക് എന്ത് കൊടുക്കാം, റിയൽ പാർട്ട് എന്ന് വിളിക്കാം, റിയൽ പാർട്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് വിളിക്കാം, ഈ ഐയുടെ കൂടെയുള്ള ബി നമുക്ക് വിളിക്കുന്നവരാണ് ഇമാജിനറി പാർട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഇമാജിനറി പാർട്ട്, ഇതിന് റിയൽ പാർട്ട് ഓഫ് സെഡ് റിയൽ ഓഫ് സെഡ് എന്ന് കൊടുക്കും. അതിവിടെ എ ആണ്. ഇനി ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്. നമ്മൾ കൂടെ ഐ എഴുതേണ്ട കാര്യമില്ല, ആ ഐയുടെ കൂടുതൽ നമ്പർ എന്താണോ അതാണ് ഇമാജിനറി പാർട്ട്. അപ്പൊ ഒരു റിയൽ പാർട്ടും ഉണ്ടാവും, ഒരു ഇമാജിനറി പാർട്ടും ഉണ്ടാവും. ഓക്കെ, ആ റിയൽ ആണ് എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാത്ത റിയലും ഐ ഉള്ളത് ഇമാജിനറിയും ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ സാധാരണ ക്വസ്റ്റ്യൻ കണ്ടുവരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, ഒന്ന് ഇതിന്റെ കോൺജുഗേറ്റ് എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കോൺജുഗേറ്റിന് സിമ്പൽ കൊടുക്കാറ് സെഡ് ബാർ എന്നാണ്. അപ്പൊ സെഡിന്റെ വാല്യൂ, സെഡ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐ ബി ആണെങ്കിൽ സെഡ് ബാർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ഐ ബി ആയിരിക്കും. അതായത് ഇവിടെ ഇമാജിനറി പാർട്ട് എന്താണോ അതിന്റെ മാത്രം സൈൻ മാറ്റാം. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ സെഡും അതിന്റെ കോൺജുഗേറ്റ് ഞാനിവിടെ എഴുതാം. ഓക്കെ, ഒരു ടേബിൾ വരച്ച് എഴുതുന്നുണ്ട്. അതായത് ഇപ്പൊ സെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കുന്ന ഒരു എക്സാമ്പിൾ, ഞാൻ സെഡിന് തൽക്കാലം 2+3i കൊടുക്കുകയാണ്. അപ്പൊ അതിന് കോൺജുഗേറ്റ് എന്തായിരിക്കും, ഇവിടെ നടുഭാഗത്തുള്ള ഈ ചിഹ്നം മാറ്റിയാൽ മതി, 2 - 3i ആയി. ഓക്കെ, ഇനി -2+3i ആണെങ്കിൽ എന്ത് വരും, അപ്പോഴും -2 - 3i ആണ്. അതായത് ഒരിക്കലും നമ്മൾ ഈ മുമ്പിലുള്ള നമ്പറിന്റെ സൈൻ മാറ്റില്ല, അത് അതുപോലെ തന്നെയാണ് എഴുതാം. ഓക്കെ, ഈ നടുഭാഗത്തുള്ള സൈൻ മാത്രമേ മാറ്റുള്ളൂ. പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കാം, അതുപോലെ മൈനസ് ആണെങ്കിൽ അപ്പൊ -3i ആണെങ്കിൽ എന്തായിരിക്കും, -2+3i ആവും. ഓക്കെ, നടുഭാഗത്തുള്ളത് അഥവാ ഈ ഇമാജിനറി പാർട്ടിന് തൊട്ട് മുമ്പിലുള്ള സൈൻ എന്താണോ അത് മാറ്റാം. ഇപ്പൊ 2 - 3i ആണെങ്കിൽ എന്തായിരിക്കും, അത് 2+3i ആയിരിക്കും എന്റെ കോൺജുഗേറ്റ് വരുന്നത്. ഇനി ഇപ്പൊ റിയൽ പാർട്ട് ഇല്ലാതെ ചിലപ്പോൾ തരികയാണ് 4iയുടെ കോൺജുഗേറ്റ് എന്താണ്, -4i ആണ്. ഇനി -4iയുടെ കോൺജുഗേറ്റ് എന്താണ്, +4i ആണ്. ഇനി വെറുതെ ഐ ഇടാണെങ്കിൽ എന്റെ കോൺജുഗേറ്റ് എന്താ, -i ആണ്. അപ്പൊ ഇതിലെ ഈ ഇമാജിനറി പാർട്ട് എന്താണോ അതിന്റെ മാത്രം എന്ത് ചെയ്യുക, സൈൻ മാറ്റാം. പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കാം, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കാം. അതാണ് നമ്മൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമുക്ക് ചോദ്യം വരാറുണ്ട്. അത് 1 മാർക്കിനൊക്കെയാണ്. പക്ഷെ നമുക്ക് പാസ് ആവണമെങ്കിൽ നമ്മൾ ഈ 1ഉം 2ഉം ഒക്കെ ചേർത്ത് വെച്ചാണ് 30ലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് ആണ്. മാത്തമാറ്റിക്സ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, അങ്ങനെയുള്ള കുറെ ഓപ്പറേഷൻസ്, അഥവാ സമ്മ് ആണ്, ഡിഫറൻസ് ആണ് എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ Z1 എന്ന് പറയുന്ന നമ്പർ, കോംപ്ലക്സ് നമ്പർ തന്നേക്കുന്നത് 2+3i ആണ്. അതുപോലെ Z2 എന്ന് പറയുന്നത് ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു 3 - 4i എന്ന് എടുക്കാം. ഓക്കെ, ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസ് ഇടുന്നോട്ടെ. നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ സമ്മ് കാണാൻ പറയാം. ഓക്കെ, സമ്മ് കാണാൻ പറയാം, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറയുന്നത് Z1 + Z2 കാണാൻ പറയാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ ഈ നമ്പേഴ്സ് തമ്മിൽ കൂട്ടുക. ഓക്കെ, കൂട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്, റിയൽ പാർട്ട് തമ്മിൽ കൂട്ടുക. ഇപ്പൊ റിയൽ പാർട്ട് ആരാ, 2ഉം 3 അല്ലേ, അത് തമ്മിൽ കൂട്ടി. പ്ലസ് ഇനി അടുത്തത് ഇവിടുത്തെ ഇമാജിനറി പാർട്ട് തമ്മിൽ കൂട്ടുക. അപ്പൊ ആരൊക്കെയാ, 3i ഉണ്ട്, പ്ലസ് ആരുണ്ട്, -4i ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരിട്ടിട്ട് കൂട്ടുകയാണ്. അപ്പൊ കൂട്ടുമ്പോൾ നമുക്ക് എന്താ ചെയ്യാതെ, അത് എന്ത് വരും, 5 അല്ലേ, 3iയും -4iയും കൂടെ കൂട്ടുമ്പോൾ എന്താ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ എന്താ പറയുന്നത്, നമ്മുടെ ഈ ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് പോലും പലപ്പോഴും ഡൗട്ട് വരാറുണ്ട്. കാരണം നമ്മൾ മിക്കവാറും കാണുന്ന കുട്ടികൾക്കെല്ലാം ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിലാണ് ഡൗട്ട്. അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, പെട്ടെന്ന് ഉള്ള ക്ലാസ്സസ് ഒക്കെ കാണാൻ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ചെറിയ കാൽക്കുലേഷൻ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇപ്പൊ ഇവിടെ നമുക്ക് 3i + -4i കാണണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക,
നമ്മൾ ഈ ഐ എന്നുള്ള ഭാഗം കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഐ ഇല്ലാത്ത നമ്പർ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 + -4 ടൈപ്പ് ചെയ്യാൻ നമുക്ക് ഉത്തരം -1 വരും. അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യാം, ഡിഫറൻസ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുക, വലുതിന്ന് ചെറുത് കുറയ്ക്കുന്നു, വലുതിന്റെ ചിഹ്നം ഇടും അല്ലേ. അപ്പൊ 4 3 കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇപ്പൊ എത്ര വരും, -1 വരും. ഇനി ഐ ഇട്ട് കൊടുക്കുക, ഇവിടെ ഐയുടെ ടേം ആയതുകൊണ്ട് ഐ ഇട്ട് കൊടുക്കണം. സോ 5 - 1i അഥവാ 5 - i എന്ന് കൊടുക്കാം. 1i എന്ന് പറഞ്ഞാൽ ഐ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ഐ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്ത് കുറയ്ക്കുക. ഡിഫറൻസ് കാണാനുള്ള ചോദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്ത് കുറയ്ക്കണം. Z1 - Z2 എന്ന് പറയുമ്പോൾ എന്ത് വരും, ഈ നമ്പേഴ്സ് നമ്മൾ കുറയ്ക്കണം. അപ്പൊ എന്ത് വരും, 2 - 3. ഓക്കെ, 2 - 3 ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നടുഭാഗത്ത് പ്ലസിന് തന്നെ കൊടുത്താൽ മതി കേട്ടോ. ഉള്ളിൽ മാത്രമേ ഓപ്പറേഷൻ നമ്മൾ മാറ്റുന്നുള്ളൂ. 3i - -4i. ഇനി ചിലപ്പോൾ ഇത് എഴുതുമ്പോൾ ഡൗട്ട് വരികയാണെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ ഞാൻ കാണിച്ചത് എങ്ങനെ ചെയ്യാന്ന്. ഇപ്പൊ 2 - 3 എന്ന് പറഞ്ഞാൽ എത്രയാ, -1 ആണ്. ഇനി 3i - -4i. രണ്ട് മൈനസിനുകൾ അടുത്ത് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക, 3 - -4 എന്ന് പറഞ്ഞാൽ എന്താ മാറും, 3 + 4 ആവും. ഇത്തരം 7 ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും, 7i എന്ന് വരും. ഓക്കെ, ഈ രണ്ട് മൈനസ് അടുപ്പിച്ച് നമുക്ക് കൂട്ടുകയാണ് ചെയ്യാം. ഇനി നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയാണ്, നമ്മൾ എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഡയറക്റ്റ്ലി നമ്മൾ സാധാരണ നമ്പേഴ്സ് കൂട്ടുന്ന പോലെ അങ്ങ് എടുത്ത് എഴുതാം. ഓക്കെ, അതായത് ഇതാ സമ്മ് കാണണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 2 + 3i തൊട്ട് താഴെ ആരെ എഴുതാം, 3 - 4i എഴുതാം. എന്നിട്ട് കൂട്ടുക, 2 + 3, അതായത് കൂട്ടിയല്ലേ ഇങ്ങനെ നേരെ കൂട്ടുക, 2 + 3 = 5. ഇനി -3 + 4, -3 + 4 എത്ര വരും, സോറി +3 - 4 അല്ലെ, +3 - 4 ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിയതാണ്, +3 - 4. അപ്പൊ +3 - 4 എന്ത് വരും, വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന് ചിഹ്നം അല്ലെ, അപ്പൊ -1i വരും. ഓക്കെ, ദാറ്റ് ഈസ് 5 - i. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ നേരിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കുറയ്ക്കുന്നതാണെങ്കിലോ 2 + 3i മൈനസ് ആണല്ലോ, ഇവിടെ പ്ലസ് ആണല്ലോ, ഇവിടെ ഇത് വരും -3 - 4i അല്ലേ. ഇത് കുറയ്ക്കാം, മുമ്പിലെ പ്ലസ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അത് ഞാൻ പെട്ടെന്ന് അറിയാതെ ഇട്ട് പോയതാണ്. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് എന്ത് വരും, 2 - 3. അപ്പൊ വലുതിന്ന് 2 - 3 അല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, -1 ആവും. ഇനി ഇതോ 3 - 4, അപ്പൊ എത്ര വരും, രണ്ടും കൂടെ കൂട്ടി 7 ആവും അല്ലേ. ഒരേപോലത്തെ ഈ രണ്ട് മൈനസ് അടുത്ത് നമ്മൾ കൂട്ടണം. ഓക്കെ, അപ്പൊ 7i വരും. സോ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരിട്ട് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ കൂട്ടുക കുറയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ പലപ്പോഴും നെഗറ്റീവും പോസിറ്റീവ് വരുമ്പോൾ ഡൗട്ട് വരും. അപ്പൊ നമ്മൾ കാൽക്കുലേറ്ററിന്റെ ഹെൽപ്പോടുകൂടി ഇത് ചെയ്യാൻ ശ്രമിക്കുക. തെറ്റ് വരുത്തരുന്നുള്ള മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. അത് നമുക്ക് നേരിട്ട് അറിയുമെങ്കിൽ ചെയ്യാം, ഇനി കാൽക്കുലേറ്ററുടെ ഹെൽപ്പോടുകൂടി ചെയ്യാം. കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. അപ്പൊ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ചോദ്യമാണ്, ഫൈൻഡ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് 2 - 3i ആൻഡ് -4 - i. ഇതിന്റെ സമ്മും ഡിഫറൻസ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സമ്മ് ആണെങ്കിൽ നമുക്ക് അറിയാലോ, ഇത് കൂട്ടണം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു നേരിട്ടിട്ട് ഇങ്ങനെ കൂട്ടുന്നതാണ് നല്ലത്. 2 - 3i പ്ലസ് ഇത് താഴേക്ക് ഇടാം -4 - i. ഇപ്പൊ ഇങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് നേരിട്ട് കൂട്ടി എഴുതാൻ എളുപ്പമാണ്. ഇപ്പൊ 2 - 4 കൂടെ കൂട്ടുന്നു. ഇപ്പൊ 2 - 4 കൂടെ കൂട്ടുമ്പോൾ എന്താ ചെയ്യുക, ഇത് രണ്ടും ഡിഫറെന്റ് സൈൻ ആണ് അല്ലെ. ഇപ്പൊ ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ എന്താ വരിക, ഇതിന്റെ വലുതിന്ന് ഇതാണല്ലോ 2 - 4. അപ്പൊ നമ്മൾ വേണമെങ്കിൽ കാൽക്കുലേറ്ററിന്റെ ഹെൽപ്പോടുകൂടി ചെയ്യാം. 2 + -4 കൂടെ കൂട്ടല്ലേ ചെയ്യുന്നത്, നമ്മൾ സമ്മ് കാണുന്ന കൂട്ടല്ലേ ചെയ്യുക. അപ്പൊ 2 + -4 നമ്മൾ എന്ത് ചെയ്യും, വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. ഇപ്പൊ -2 അല്ലേ വരിക, 4 2 കുറച്ച് 2, വലുതിന്റെ ചിഹ്നം മൈനസ് ഇട്ട് കൊടുത്തു. ഓക്കെ, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ -2 വരും. അടുത്തോ ഇത് രണ്ടും കൂട്ടണം, -3iയും -iയും നമ്മൾ കൂട്ടണം. അപ്പൊ രണ്ടുപേരും ഒരേ ചിഹ്നമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് കൂട്ടുന്നു. -3 -1 കൂടെ കൂട്ടിയ -4 ആണ്. ഇവിടെ വെറുതെ i എന്ന് പറഞ്ഞാൽ -1i എന്നാണ് കേട്ടോ, ഒരു i ഉണ്ടെന്നാണ്. അപ്പൊ -3iയും -1i കൂടെ കൂട്ടുമ്പോൾ -4i ആണ്. ഇല്ലെങ്കിൽ കാൽക്കുലേറ്റർ എന്ത് ചെയ്യാം, നമുക്ക് i ഇല്ലാതെ നമ്പർ ടൈപ്പ് ചെയ്യാം, -3 -1 -4 എന്ന് വരും. ഓക്കെ, ഞാൻ ഇതൊക്കെ വളരെ ചില ആൾക്കാർക്ക് വളരെ എളുപ്പമായിരിക്കും, എന്നാലും ഇതറിയാത്ത കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല. ഓക്കെ, നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, ഇത് വളരെ ബേസിക്കായ പല കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് പലരും മാത്സിൽ തോറ്റു പോകുന്നത്. ഓക്കെ, അപ്പൊ ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇത് കുറയ്ക്കുക. അപ്പൊ ഇത് വരും 2 - 3i -4 - i. ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുറയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ നേരിട്ട് നമ്പേഴ്സ് കുറയ്ക്കുക. അപ്പൊ 2 - -4, അപ്പൊ രണ്ട് മൈനസ് അടുത്തൊന്നും എന്തേ മാറുന്നത് പ്ലസ് ആകുമല്ലോ. അപ്പൊ 2 + 4 ആകും, അത് 6 ആവും. ഇല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഇതുപോലെ ടൈപ്പ് ചെയ്യാം, ഈ ടൈപ്പ് ചെയ്ത പോലെ 2 - -4 എന്ന് ടൈപ്പ് ചെയ്യാം, വെക്കുമ്പോൾ 6 എന്ന് വരും. ഓക്കെ, 6. ഇനി അടുത്തോ -3i -i. അപ്പൊ എന്ത് വരും, -3i + i ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് ഡിഫറൻസ് ചിഹ്നം അല്ലേ, വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ 3i i പോയ 2i ആണ് അല്ലേ, 3i ഒരു i കുറച്ച 2i ആണ്. വലുതിന് ചിഹ്നം മൈനസ് ഇട്ട് കൊടുത്തു.
കാൽക്കുലേറ്റർ ആണെങ്കിൽ -3 + 1 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിപ്പോൾ -2 എന്ന് വരും. പക്ഷെ കൂടെ ഐ ഇടാൻ മറക്കരുത് കേട്ടോ. അതാണ് ഐയുടെ ടേം നമ്മൾ ഐ ഇല്ലാതെ ടൈപ്പ് ചെയ്യുന്ന ലാസ്റ്റ് ഐ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രൊഡക്റ്റ് കാണുക എന്നുള്ള ഭാഗമാണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ സമ്മ് കാണാൻ പറഞ്ഞാൽ നമ്മൾ കൂട്ടുക അല്ലെ, ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ കുറയ്ക്കാന്ന് പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് കാണാൻ പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇപ്പോൾ 4 - i × 3 - 5 ഇങ്ങനെ ബ്രാക്കറ്റിലുള്ള അർത്ഥം ഇൻറ്റു എന്നാണല്ലോ. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഇൻറ്റു ചെയ്യുന്നത്? സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിക്കുന്ന ഇതിൻ്റെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യും? ഈ 4 കൊണ്ട് രണ്ടുപേരും ഗുണിക്കും അല്ലേ, 4 കൊണ്ട് 3നെയും ഗുണിക്കും, 4 കൊണ്ട് -5നെയും ഗുണിക്കും. അപ്പോൾ എന്ത് വരും? 4 × 3 എത്ര വരും? 12. 4 × -5i. അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞത് ഇത് ചിലവർക്ക് അറിയുന്നില്ലെങ്കിൽ ഞാൻ എപ്പോഴും ഈ അറിയാത്തവർക്ക് കുറച്ചും കൂടെ ഞാൻ പറയാം, കാരണം അവർ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ശീലാവട്ടെ വെച്ചിട്ടാണ്. 4 × -5i എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 4 × -5 എന്ന് ടൈപ്പ് ചെയ്യാം. ഐ ടൈപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ 4 × -5 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ -20 എന്ന് വരും. ഓക്കെ, ഐ ഉള്ളതുകൊണ്ട് ഐ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ 4 കൊണ്ട് രണ്ടുപേരും ഗുണിച്ചല്ലോ. 4 × 3 12, 4 × -5i -20i എന്ന് വന്നു കേട്ടോ. ഐ ഉള്ളടത്ത് ഐ ഇടണം. ഇനി അടുത്തതോ, നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആരോടെ ഗുണിക്കണ്ടേ? ഈ ഐ കൊണ്ട് അല്ലെ, -i കൊണ്ട് രണ്ടുപേരും ഗുണിക്കണം. അപ്പൊ -i × 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ഈ കളറിലിട്ട് കാണിക്കാം. -3, സോറി അത് ഞാൻ എഴുതിയപ്പോൾ മിസ്റ്റേക്ക് ആയി പോയി. അവിടെ -i × 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? -3i ആണ് അല്ലേ. അതായത് ഇവിടെ മൈനസ് സൈനും ഇവിടെ പ്ലസ് സൈനും അല്ലേ, ഒരു മൈനസ് ഒരു പ്ലസ് ഗുണിച്ചാൽ എന്ത് ഉത്തരം എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അറിയാലോ, നമ്മൾ ഗുണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈനും പ്ലസ് ആണെങ്കിൽ ആൻസർ എന്താ വരിക? പ്ലസ് ആണ്. രണ്ടും മൈനസ് ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? പ്ലസ് തന്നെയാണ്. ഒരു പ്ലസും ഒരു മൈനസും ഗുണിക്കുകയാണെങ്കിൽ അത് മൈനസ് ആദ്യം പ്ലസ് രണ്ടാമതാവാം. എന്തായാലും ഒരാൾ നെഗറ്റീവ് ആണ്, ഉത്തരം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. ഇത് വളരെ ബേസിക് ആയ ഒരു കൺസെപ്റ്റ് ആണ്, അറിയേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതൊക്കെ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും കാൽക്കുലേറ്ററിന്റെ ഹെൽപ്പ് തന്നെ എടുക്കുക കേട്ടോ. -1 × ഇവിടെ ഐക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ കൊടുക്കുക. -1 × 3 -3i ആവും. ഇനി -i × -5i. അപ്പൊ -1 × -5 എന്ന് പറഞ്ഞാൽ +5 ആണ്. i × i ചെയ്യുമ്പോൾ ഐ സ്കോർ എഴുതണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. i × i ആരാണ്? ഐ സ്കോർ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ഐ ഉള്ള ടേംസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുക. ഐ ഉള്ള ടേംസ് ആരാ ഇവിടെ ഉള്ളത്? -20iയും -3iയും അല്ലേ. അപ്പൊ നമ്മൾ അത് ചെറുതാക്കുക. അപ്പൊ എന്ത് വരും? 12 -20യും -3യും അല്ലേ. അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. -20 -3 ഇത് ആക്കുമ്പോൾ നമുക്ക് -23 എന്ന് വരും. -23i എന്ന് വന്നു. ഇനി അടുത്തത്, ഇവിടെ ഐ സ്കോറിന്റെ ടേമും ഐയുടെ ടേമുകൾ കൂട്ടാൻ പറ്റില്ല, അത് അവിടെ നിൽക്കണം. -20i -3i കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് -23i എന്ന് വന്നു. ഇനി 5 × ഈ ഐ സ്കോറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ 5 × -1 നമുക്ക് വീണ്ടും ഇതിന് ചെറുതാക്കാൻ പറ്റും. 12 എഴുതി, ഈ -23i അതുപോലെ താഴേക്ക് ഇറക്കിയിടുക. 5 × -1 ആരാ? -5 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഐ ഇല്ലാത്തവർ തമ്മിൽ കൂട്ടണം. അപ്പൊ ഇവിടെ 12ൽ ഐ ഇല്ല, ഇവിടെ -5 ഉണ്ട്. അപ്പൊ 12ഉം -5 കൂടെ കൂട്ടുമ്പോൾ 7 വരും. ബാക്കി ഐ ഉള്ള ആൾ താഴെ ഇറക്കിയിട്ടു. എത്ര വന്നു? 7 -23i എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഇതുപോലെ ചെയ്യാം. നമുക്ക് ഐ ഇല്ലാത്ത ടേമും ഐ ഉള്ള ടേമും തമ്മിൽ ഒരിക്കലും നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല കേട്ടോ. ഒരു മൾട്ടിപ്ലിക്കേഷൻ കൂടെ നോക്കാം. 4 + i × 3 - i. ഇതൊക്കെ ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ 4 കൊണ്ട് നമുക്ക് രണ്ടുപേരും ഗുണിക്കണം അല്ലേ. 4 കൊണ്ട് രണ്ടുപേരും ഗുണിക്കുക. 4 × 3 12. ഓക്കെ, ഞാൻ ഡയറക്റ്റ് ചെയ്താണ്. അതുപോലെ 4 × -i. 4 × -i എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? -4i ആവും അല്ലേ. ഒരാൾ പ്ലസ് ഒരാൾ മൈനസ് ആണ്, ഇത്ര മൈനസ് ആയിരിക്കുമല്ലോ. ഇനിയിപ്പോൾ അതറിയില്ലെങ്കിൽ 4 × -1 ടൈപ്പ് ചെയ്യാം. -4 എന്ന് വരും. പ്ലസ് i × 3 ആരായി മാറും? i × 3 3i ആണ് അല്ലേ. ഇനി അടുത്ത് i × -i, ഒരു പ്ലസ് മൈനസ് ഗുണിച്ച് ഉത്തരം മൈനസ് ആണ്. i × i ആരായി മാറും? ഐ സ്കോർ ആയി മാറും. ഇനി അടുത്തത്, ഇനി നമുക്കറിയാം ഐയുടെ ടേംസ് തമ്മിൽ ചെറുതാക്കണം അല്ലേ. -4iയും +3iയും. -4 + 3 എന്ന് പറയുമ്പോൾ ഉത്തരം വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന് ചെല്ലും. സോ -1 ആണ് വരിക. സോ 12 - i ഐ സ്കോർ എന്ന് പറഞ്ഞാൽ എത്രയാ? -1 ആണ്. അത് കൊടുത്തു. സോ 12 - i. ഇനി രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്തായി മാറും? പ്ലസ് ആവുമല്ലോ. +1. ഇതിൽ നമ്മൾ ഇനി ഐയുടെ ഭാഗത്തിന് തൊടരുത്. ഐയുടെ ഭാഗം അതുപോലെ തന്നെ ഇറക്കിയിട്ടാൽ മതി കേട്ടോ. ഈ ഭാഗം നമ്മൾ ഇനി ചെയ്തു. -1 കൂടെ പ്ലസ് ആയി. ഇനി 12, ഇവിടെ 12 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. രണ്ടുകൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 13 കിട്ടും. 13 - i. സോ ദിസ് ആൻസർ. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? 2021 2023 ചോദിച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ചോദ്യങ്ങളും അതുപോലെ കോൺജുഗേറ്റിന്റെ ചോദ്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യണം. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആയിട്ട് ഇടാം. ഓക്കെ,
നിങ്ങൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കേണ്ടത് മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഇതും നമുക്ക് 7 മാർക്കിനൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. 7 മാർക്കിന് ചോദിക്കുമ്പോൾ 2 ചോദ്യം ഉണ്ടാവും കേട്ടോ. അപ്പൊ നേരത്തെ മൾട്ടിപ്ലിക്കേഷന്റെ ചോദ്യം 2 വന്നിട്ടുണ്ടായിരുന്നു 7 മാർക്കിന്. അത് ഒരെണ്ണത്തിൽ തന്നെ 2 സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഓക്കെ, അപ്പൊ അതുപോലെ മോഡുലസ് കാണാൻ ചോദിച്ചുള്ള ഒരു ചോദ്യങ്ങളുണ്ട്. അതിന് മുമ്പായിട്ട് എന്താണ് മോഡുലസ്, എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് തുടങ്ങിയ സാധനങ്ങൾ കാണാമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പർ സെഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ അതിന് മോഡുലസ് കാണാനായിട്ട് മോഡ് സെഡ് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാം. അതാണ് മോഡുലസ് കാണാനായിട്ട്. മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതുപോലെ ആംപ്ലിറ്റ്യൂഡ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കാണാനായിട്ട് ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ആണ്. ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ഇതാണ് ഇക്വേഷൻ. സോ മോഡുലസ് ആണ് ഇക്വേഷന്റെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും ആംപ്ലിറ്റ്യൂഡ് ആണ് ഇക്വേഷൻ എന്താണ്, ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ആണ്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇപ്പൊ ഫൈൻഡ് മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ് 2 മൈനസ് 3a. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിലത്തെ എ എന്ന് പറഞ്ഞാൽ ആരാ, 2 ആണ്. റിയൽ പാർട്ടാണ് എ, ബി എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടാണ് -3 ആണ്. ഐയുടെ കൂടെയുള്ള ആളാണ് എഴുതേണ്ടത്, ഐ എഴുതരുത് കേട്ടോ. സോ മോഡുലസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും, റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് -3 സ്ക്വയർ ആണ്. പലപ്പോഴും -3യുടെ സ്ക്വയർ ഒക്കെ എടുത്ത് പലരും ചെയ്യുമ്പോൾ തെറ്റിന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയർ കാണുന്ന സമയത്ത് നമ്മൾ മൈനസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം പോസിറ്റീവിന്റെ സ്ക്വയറും മൈനസിന്റെ സ്ക്വയർ ഒക്കെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അവിടെ ഇടാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഓക്കെ, റൂട്ട് ഇവിടെ എന്ത് വരും, 4 പ്ലസ് 9 വരും, ദാറ്റ് ഈസ് റൂട്ട് 13 വരും. ഓക്കെ, ഇനി ആംപ്ലിറ്റ്യൂഡ് കാണാനായിട്ട്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ. ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ, ടാൻ ഇൻവേഴ്സ് ബി ബൈ എ എന്നാണ് അല്ലേ. സോ എന്ത് വരും, ടാൻ ഇൻവേഴ്സ് ബി എന്ന് വെച്ചാൽ എത്രയാ, -3/2. അപ്പൊ ഇതിന്റെ വാല്യൂ ഇവിടെ കാണണം. നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വാല്യൂ കാണാം. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാണാം, ഈ ടാൻ ഇൻവേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ഞെക്കിയതിന് ശേഷം ടാൻ ഞെക്കാം. അപ്പൊ നമുക്ക് എന്ത് വരും, ടാൻ ഇൻവേഴ്സ് എന്ന് വരും. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റിൽ അതിട്ട് കൊടുക്കാം -3/2 എന്നിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ വരിക വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാതെ ഇവിടെ എഴുതാം. ഓക്കെ, അതാണ് ആംപ്ലിറ്റ്യൂഡിൽ വരുന്നത്. നമുക്ക് ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. -1 + 2i മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് കാണും. അപ്പൊ എന്ന് പറഞ്ഞാൽ എത്രയാ, ഈ റിയൽ പാർട്ട് -1 ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താ, ഐയുടെ ഒപ്പമുള്ള നമ്പർ 2 ആണ്. സോ വാട്ട് ഇസ് മോഡുലസ്? മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡുലസ് കാണുന്ന ഇക്വേഷൻ മോഡ് സെഡ് ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എന്ത് വരും, റൂട്ട് ഓഫ് നമുക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ സ്ക്വയർ കാണുമ്പോൾ അവിടെ മൈനസ് ഇല്ല. അപ്പൊ എന്ത് വരും, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. സോ എന്താ വരിക, റൂട്ട് 1 + 4 റൂട്ട് 5 എന്ന് വരും. ഇനി ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിൽ എങ്ങനെയാണ് വരിക, ആംപ്ലിറ്റ്യൂഡ് കാണുന്ന ഇക്വേഷൻ വെച്ചാൽ എന്താണ്, ടാൻ ഇൻവേഴ്സ് ബി ബൈ എ എന്നാണ്. ഓക്കെ, സോ ടാൻ ഇൻവേഴ്സ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ, 2/-1. ഇത് എത്രയാ വെച്ചാൽ നമ്മുടെ കാൽക്കുലേറ്ററിന്റെ ഹെൽപ്പോട് കൂടി കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് കോംപ്ലക്സ് നമ്പറിൽ നിന്ന് കണ്ടുവരുന്നത്. ഒന്ന് ഏതാണ്, കോൺജുഗേറ്റ് കാണുന്ന പ്രോബ്ലം വരും. അതുപോലെ തന്നെ അത് ചെറിയൊരു മാർക്കിനായിരിക്കും വരുന്നുണ്ടാവും. അതുപോലെ തന്നെ മോഡുലസ് കാണാനും ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ചോദ്യങ്ങളും ഇതുപോലെ ഒരെണ്ണൊക്കെ ആണെങ്കിൽ അത് 3 മാർക്കിന്റെ കണ്ടുവരാറുണ്ട്. അതുപോലെ നമുക്ക് വരുന്നത് ഒരു സമ്മ് കാണാന്ന് പറഞ്ഞാൽ കൂട്ടുക അല്ലെ, Z1 + Z2. അതുപോലെ ഡിഫറൻസ് കാണാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക, Z1 - Z2. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറയാം, മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കാണാൻ പറയാം. അതെന്ന് വെച്ചാൽ ഇത് രണ്ടും ഗുണിക്കാം. ഓക്കെ, ഗുണിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം അറിയേണ്ട, ഐ സ്കോറിന്റെ വാല്യൂ -1 എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിൽ മുമ്പ് ചോദിച്ചുള്ള ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്യുക. ഇത്ര ടൈപ്പാണ് നമുക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ കുറച്ചുകൂടി ലെവൽ കൂടി ചോദ്യങ്ങളൊക്കെ വരാം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബേസിക് ലെവൽ പഠിച്ചിട്ട് നമ്മൾ ഹൈ ലെവൽ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതി. ഓക്കെ,